ഹായ് ഹലോ. അപ്പം ഞാനിതേ ഒരുങ്ങി എവിടേക്കാന്നല്ലേ, നമുക്കിന്നൊരു പുറത്തൊക്കെ പോയി വരാം കേട്ടോ. എവിടേക്കും അല്ല കേട്ടോ, മണാശ്ശേരി വരെയാണ്. എനിക്ക് പുതിയകം ത്രെഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ബ്രദറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണ് ഇതേ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ വേഗം ഒരുങ്ങി വന്നിട്ടുണ്ട്. കൈ കിട്ടിയൊരു കമ്മലൊക്കെ എടുത്തിട്ട്, അതാണ് വലിയ കമ്മലൊക്കെ ഇട്ട് വന്നത്. അതൊക്കെ ഇട്ട് വന്ന് നമ്മളിതേ പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ അവനും കുളിച്ച് വന്ന് ഞങ്ങളിതേ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മണാശ്ശേരിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ അതേ അവിടെ എത്തി നമ്മളിത് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. അപ്പോൾ അതേ സ്റ്റെപ്പ് കയറി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഇന്നാണത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ എത്തിക്കാൻ പറ്റിയത്. അത് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചൊക്കെ നോക്കി. ഞാനും ചേച്ചിയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞൊരു സമയത്തായിരുന്നു ഞാൻ കയറി ചെന്നത്. അപ്പോൾ ഒരുപാട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാമടി ഇരുന്നത് എനിക്ക് ത്രെഡൊക്കെ ചെയ്തു തന്നു. ഓരോ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതേ ചേച്ചി, ഇപ്പോൾ എനിക്കെന്തോ അറിയില്ല, ചേച്ചീൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പോവാറ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം മുക്കത്ത് ഇരുന്ന് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്കാണ് പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ത്രെഡ് ചെയ്ത് കഴിഞ്ഞതേ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ നേരെ ചെന്നത് മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ചെന്നത് ഇതേ കുറച്ച് ഐറ്റംസ്, നമ്മൾ ചായക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പത്തിരി പൊരിച്ചതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ നോക്കിയപ്പോൾ എനിക്കെന്തോ അവിടുത്തെ ഒന്നും അവിടെ റെഡി ആയില്ല. അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ മറ്റൊരു കടയിൽ പോയി. അവിടെ നമ്മൾ സേമിയത്തിൻ്റെ ഒരു ചോക്കോ ടൈപ്പ്, സേമിയത്തിൻ്റെ ഒരു ഐസും പിന്നെ 2 ചോക്കോ ടൈപ്പ് ഐസ്ക്രീമും വാങ്ങിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് വെളിച്ചെണ്ണ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മില്ലിൽ കയറി, മില്ലിൽ നിന്നാണ് നമ്മളത് വാങ്ങിച്ചത്. അത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം അതേ വീട്ടിലെത്തിയപ്പോൾ അതേ മക്കൾസൊന്നും ഒരു കുഴപ്പമില്ലാതെ അതേ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കിളിക്കുട്ടി ഉറങ്ങുമായിരുന്നു. ഇവർ രണ്ടുപേരും ഇതേ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇതേ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.